ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. തന്നതിൽ പോലെ നമുക്ക് വളരെ പെട്ടെന്ന് മെഹന്തി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അതിന് ഹെന്ന പൗഡറൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ജീരകം ഉപയോഗിച്ചാണ് നമ്മൾ മെഹന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ജീരകം ഒരു ബൗളിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒരു ബൗളിലേക്ക് എടുക്കുക. ആ ബൗളിലേക്ക് തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചായപ്പൊടിയും കൂടെ, അതായത് തേയില പൗഡർ, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രമാണ്. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറയാം, നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൃത്തിയാക്കാനൊക്കെ പറ്റും, പക്ഷേ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക, പിടി പൊട്ടിപ്പോയതോ അതുപോലെ തന്നെ എന്തെങ്കിലും കേടായ പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പഴയൊരു പാത്രം, ഇതുപോലത്തെ പിടിയൊക്കെ പോയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നടുവിലായിട്ട് ഇതുപോലെ ചെറിയൊരു, അധികം ഹൈറ്റില്ലാതെ ചെറിയൊരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടൈലിൻ്റെ പീസാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഒരു ചെറിയൊരു, നമ്മളെന്താ പറയുക, ഒരു ചെറിയൊരു ബൗള് വെക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഈ മിക്സിൽ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഈ കല്ലിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ കല്ലിൻ്റെ മേലെ ആവണ്ട, കല്ലിൻ്റെ മേലെ ഇതുപോലെയുള്ളൊരു ബൗളാണ് വെക്കുക. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ആ പാത്രത്തിലാവാതെ ശ്രദ്ധിക്കണം. പാത്രത്തിലായിട്ടുണ്ട് അത് വൃത്തിയാക്കിയിട്ട് മാത്രമേ അത് പിന്നെ വെക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ സെൻറ്ററിലുള്ള പാത്രത്തിൽ. എൻ്റെ ഇതിൽ കുറച്ചായതുകൊണ്ട് ഞാനതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ വെക്കുകയാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നടു കുഴിഞ്ഞിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കണം. എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്കുള്ള പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങളടുത്ത് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരു കുഴിയാക്കിയിട്ട് വേറെ പാത്രമൊന്നും വേണമെന്നില്ല, നന്നായിട്ട് നമ്മൾ ദമ്മൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ആവി പുറത്ത് വരാത്ത രീതിയിൽ അടച്ചു വെച്ചാൽ മതി. ആവി ഒട്ടും പുറത്തേക്ക് കിടക്കാൻ പാടില്ല. ഏത് അടപ്പ് വെച്ച് അടച്ചാലും ആവി പുറത്തേക്ക് കിടക്കാൻ പാടില്ല. അതിൻ്റെ മേലെ ഇത്തിരി വെള്ളവും കൂടെ വേണം. തന്നെ ഏറ്റത്. അപ്പോൾ ഞാൻ ആവി പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു എന്താ പറയുക, ഒരു കല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി പുറത്തേക്ക് കിടന്നാൽ നമുക്ക് ആ ആവി വെള്ളം കിട്ടും. ഇത് ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റൗവിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ബബിൾസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടാവും. പാത്രം നല്ല പരുവത്തിലുണ്ട്, വെള്ളം നമുക്ക് ആവശ്യത്തിലുള്ള പരുവത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ പാത്രം വൃത്തിയാക്കി എടുക്കാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് തണിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഡാർക്കായിട്ടുള്ള, നല്ല ബ്രൗണിഷ് എന്ന് പറയാൻ പറ്റില്ല, അതിനും കുറച്ച് മെറൂണിഷ് ആയിട്ടുള്ളൊരു വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നല്ല കറ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് തണിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അല്പം എന്താ പറയുക, അല്പം ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇത് ചേർത്തിട്ട് അല്പം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. ആ രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ വെള്ളത്തിലേക്ക് ഒഴിക്കാണ്ട് മൈദയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കയ്യിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഇടേണ്ടത് ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഡിസൈനിലൊന്നുമില്ല, സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ഇടുന്ന ആ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കുന്നത്, രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ കഴുകി കളയാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് ബാലൻസ് ഇത്രയും വെള്ളമുണ്ട്. ഇത് നമുക്കൊരു ബൗളിലാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ ദിവസത്തേക്ക് നീണ്ടു നിൽക്കും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓവർനൈറ്റ് വെച്ചിട്ടില്ല, വെറും 1 മണിക്കൂർ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ക്ഷമയില്ലാണ്ട് കഴുകി കളയണേ. അപ്പോൾ ഇപ്പോൾ കഴുകി കളഞ്ഞപ്പോൾ എനിക്കിത് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടാണ് കഴുകി കളഞ്ഞത്. കഴുകി കളഞ്ഞപ്പോൾ ഈ ഒരു കളർ ഇതിൽ കുറച്ച് ലൈറ്റായിരുന്നു. പക്ഷേ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഡാർക്കായിട്ടിട്ടുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സൂപ്പറായിട്ട് നല്ല ഡാർക്കാവും. നമ്മൾ ഈ ജീരക മൈലാഞ്ചി എന്ന് വെച്ചാൽ വെക്കുമ്പോൾ നമ്മൾ ദിവസം കൂടുന്നതിന് നമ്മൾ ഇട്ടതിൻ്റെ കളർ കൂടി വരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോ ഇട്ട് വരുന്നത് വരെ ബായ്.